നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുത്തൂർ വേളയോടനുബന്ധിച്ച് തിരുപുരയ്ക്കൽ ഭഗവതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. JNU ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾക്ക് പാലക്കാട് ഉജ്ജ്വല സ്വീകരണം. മോഷ്ടിച്ച ബൈക്കുമായി കറങ്ങാനെത്തിയ 3 യുവാക്കൾ പിടിയിൽ. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന് പാലക്കാട് നഗരത്തിൽ വൻ സ്വീകരണം. 2024 പുത്തൂർ ശ്രീ തിരുപുരയ്ക്കൽ ഭഗവതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ തിരുപുരയ്ക്കൽ ഭഗവതി ദേവസ്വത്തിന്റെ 2024 പുത്തൂർ ശ്രീ തിരുപുരയ്ക്കൽ ഭഗവതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ തിരുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തഭിഷേകം താലപ്പൊലിയുടെ ഭാഗമായി നടന്ന കലാപരിപാടികളുടെ സമാപനത്തിലാണ് മന്ത്രി MP രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട് താന്ത്രിക വിദ്യ, MR രാമചന്ദ്രൻ ഹാർമോണിസ് നാമസങ്കീർത്തനം, കോട്ടയ്ക്കൽ കുഞ്ഞിരാമൻ കഥകളി അണിയറ, കലാമണ്ഡലം ബലരാമൻ, തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാട് സ്മാരക പുരസ്കാരം എന്നിവർക്കാണ് പുരസ്കാരം നൽകിയത്. 12,000 രൂപയുടേതാണ് പുരസ്കാരം. ഗിന്നസ് ബുക്ക് റെക്കോർഡ് ജേതാവ് അഡ്വക്കേറ്റ് PB മേനോനെ ക്ഷേത്രത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് M. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ മുഖ്യാതിഥിയായി. ദേവസ്വം ഭരണസമിതി സെക്രട്ടറി VA ശ്രീകുമാർ, ദേവസ്വം ഭരണസമിതി നിർവാഹക സമിതി അംഗം പ്രദീപ്, ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട്, SM ദിവാകരൻ നമ്പൂതിരിപ്പാട്, അജയകുമാർ, അനുമോൾ, ഭവദാസ്, ജോൺ ആലുക്ക, KR ജീവനാഥൻ, K. ശശി എന്നിവർ സംസാരിച്ചു. പുത്തൂർ തിരുപുരയ്ക്കൽ പാലിയേറ്റീവ് ട്രസ്റ്റ് ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. തിങ്കളാഴ്ച രാവിലെ ഉദയാസ്തമനം പൂജയ്ക്ക് ശേഷം 10-ന് പാടകം നടക്കും. വൈകിട്ട് 6:45-ന് മിഴാവിൽ പഞ്ചാരി മേളവും ഉണ്ടാകും. JNU യൂണിയൻ നെഞ്ചിലേറ്റിയ ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനെ പാലക്കാട് വരവേറ്റു. First of all, Avivadangal Sakhakale, revolutionary greetings to all comrades from the student front, from the youth front, our former SFI, DYFI leaders and student and youth front leaders, our comrades who are hearing. We want to extend our revolutionary greetings to each and every comrade, each and every people in Kerala who are fighting and who are the hope of this country. Our comrade was saying that JNU is just a beginning, but we have seen that Kerala has given us that hope always. When we have looked towards Kerala, we have always seen that how Kerala has been that beacon of hope for each and every person who has been looking up to the left democratic front, who has been looking up for safeguarding the society against the communal polarization, against the attack on the secular fabric of this country, against the attack on the democratic and progressive ideals of this country, against the attack of the constitutional ethos of the country. We have always looked towards the people of Kerala who have stood right, hand in hand, always fighting and telling to this people of this country that not an inch back we will move, not an inch back we will move from, and we will not let not only Kerala but entire country to gulp down by the fascist forces which are every day attacking the democratic and secular progressive fabric of this country. Comrades, today when we are standing here and celebrating that how the left in campus spaces or educational spaces are uniting together to ensure that the fascist forces are not having an inch in the educational spaces, we are also celebrating that the hope that we are building among the student and youth across the country, the hope. JNU ഒരു തുടക്കം മാത്രമാണ്. സോഷ്യലിസം രാജ്യം മുഴുവൻ വ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് സംഘപരിവാർ സംഘടനകളെ പരാജയപ്പെടുത്തി JNUവിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ച പോരാളികൾക്ക് സ്വീകരണമൊരുക്കിയത് ഇടതുപക്ഷ വിദ്യാർത്ഥി ജനകൂട്ടായ്മയാണ്. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ജില്ലാ ആയുർവേദ ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ JNU യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഘോഷ്, JNU യൂണിയൻ വൈസ് പ്രസിഡന്റ് അഭിജിത് ഘോഷ് എന്നിവരെ പൊന്നാടയണിയിച്ചു. SFI ജില്ലാ സെക്രട്ടറി S. വിപിൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NN കൃഷ്ണദാസ്, മന്ത്രി MP രാജേഷ്, രാജ്യസഭാ അംഗം V. ശിവദാസൻ, CPI ജില്ലാ സെക്രട്ടറി KV സുരേഷ് രാജ്, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, DYFI ജില്ലാ പ്രസിഡന്റ് R. ജയദേവൻ, സെക്രട്ടറി KC റിയാസുദ്ദീൻ, AISF സംസ്ഥാന പ്രസിഡന്റ് P. കബീർ, AIYF ജില്ലാ പ്രസിഡന്റ് P. നൌഷാദ്, NYC ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ്, യൂത്ത് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശരത് ജോസ്, യുവജനത ജില്ലാ പ്രസിഡന്റ് വിജീഷ്, മൃദുൽ പ്രേം എന്നിവർ സംസാരിച്ചു. മോഷ്ടിച്ച ബൈക്കുമായി സഞ്ചരിക്കുകയായിരുന്ന
3 യുവാക്കൾ പിടിയിൽ. പാലക്കാട് കൊട്ടേക്കാട് സ്വദേശിയായ ശ്രീജിത്ത്, കിഷോർ, കണ്ണൻ എന്നിവരെയാണ് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത്. കൽപ്പാത്തി സ്വദേശികളുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കുകൾ സംഘം കവരുകയായിരുന്നു. മോഷ്ടിച്ച വാഹനങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബൈക്കുകൾ പൊളിച്ചു വിൽക്കുന്നതാണ് യുവാക്കളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. നഗരത്തിൽ അടുത്തിടെയുണ്ടായ ബൈക്ക് കവർച്ച കേസുകളിൽ യുവാക്കൾക്ക് പങ്കുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കും. പാലക്കാട് ലോക്സഭ LDF മണ്ഡലം സ്ഥാനാർത്ഥി A. വിജയരാഘവന് പാലക്കാട് നഗരത്തിൽ ഉജ്ജ്വല സ്വീകരണം. പൂക്കാരത്തോട്ടത്തിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. കുന്നംപുറം, മണൽമന്ന എന്നിവിടങ്ങളിൽ ജനക്കൂട്ടം സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. തുടർന്ന് അമ്പലക്കാടും കൊപ്പം ജംഗ്ഷനിലും എത്തി. കൽമണ്ഡപത്ത് ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ഉൾപ്പെടെ വിജയരാഘവനെ സ്വീകരിക്കാനെത്തി. മേപ്രമ്പ്, നൂർണി, വെണ്ണക്കര, ചൈത്ര നഗർ, കള്ളിക്കാട്, ചിറക്കാട്, യാക്കറ, മോരങ്കാവ്, തണ്ണീർപന്തൽ, പാത്തിക്കൽ, കണ്ണന്നൂർ, പല്ലഞ്ചാത്തന്നൂർ, മിൽ സ്റ്റോപ്പ്, ചുങ്കമന്നം എന്നിവിടങ്ങളിലും സ്വീകരണമുണ്ടായി. LDF നേതാക്കളായ AK ബാലൻ, ഡോക്ടർ V. ശിവദാസൻ MP, NN കൃഷ്ണദാസ്, K. കൃഷ്ണൻകുട്ടി, TK നൌഷാദ്, K. ബിനുമോൾ, വിപിൻ ദാസ്, മുരളി താരേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ മഴ കനിയാതായതോടെ സംസ്ഥാനം ഉഷ്ണതരംഗത്തിലേക്ക്. പാലക്കാട് ജില്ലയിൽ 4 ദിവസമായി ചൂട് 40 ഡിഗ്രിക്ക് മുകളിൽ തുടരുന്നതും കൊല്ലം ജില്ലയിൽ ചൂട് 40 ഡിഗ്രിയോട് അടുക്കുന്ന സാഹചര്യത്തിലാണ് കേരളം തീച്ചൂളയിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. അടുത്തടുത്ത ദിവസത്തിൽ സമതലത്തിൽ പരമാവധി താപനില കുറഞ്ഞത് 40 ഡിഗ്രി സെൽഷ്യസും തീരപ്രദേശങ്ങളിൽ കുറഞ്ഞത് 37 ഡിഗ്രിയിലും മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞത് 30 ഡിഗ്രിയിലും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കൂടാതെ താപനില സാധാരണയിൽ നിന്നും 4.5 ഡിഗ്രിയിലേക്ക് എത്തുകയും വേണം. ശനിയാഴ്ച പാലക്കാട് 41.5 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. താപനില സാധാരണ നിലയിൽ നിന്ന് 4.6 ഡിഗ്രിയായി ഉയരുകയും ചെയ്തു. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാനുള്ള കാലാവസ്ഥ സാഹചര്യം പാലക്കാട് സാങ്കേതികമായി എത്തിയെങ്കിലും മറ്റൊരു ജില്ലയിൽ കൂടി സമാന സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് ഔദ്യോഗികമായി സംസ്ഥാനത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാൻ സാധിക്കൂവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 2016 സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം അനുഭവപ്പെട്ടത്. പകൽ ചൂടിന് പിന്നാലെ പുലർക്കാലത്തും കേരളം വിയർത്തൊലിക്കുകയാണ്. ശനിയാഴ്ച എറണാകുളം ജില്ലയിൽ 29.6 ഡിഗ്രിയും കോഴിക്കോട് 29.5 ഡിഗ്രിയുമാണ് പുലർച്ചെ അനുഭവപ്പെട്ടത്. പകൽ ചൂടിന് സമാനമായി സാധാരണ താപനിലയിൽ നിന്നും 3.1-3.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇരു ജില്ലകളിലും ഉയർന്നത്. ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്ത് ഉഷ്ണസൂചികയിലും വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മനുഷ്യ ശരീരത്തിൽ അനുഭവപ്പെടാവുന്ന യഥാർത്ഥ ചൂടാണ് ഉഷ്ണസൂചിക. അതായത് 35-36 ഡിഗ്രി താപനിലയിൽ 50-60% ആനുപാതികമായ ഈർപ്പവും കൂടിയിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ അനുഭവവേദ്യമാവുന്ന ചൂട് 45 ഡിഗ്രി അല്ലെങ്കിൽ 50 ഡിഗ്രിക്ക് അടുത്തേക്ക് വരും. ഇത് സൂര്യാഘാതത്തിലേക്ക് കൊണ്ടെത്തിക്കും. നിലവിൽ എല്ലാ ജില്ലകളിലും താപസൂചിക 55 ഡിഗ്രിക്ക് മുകളിലാണ്. ഏപ്രിലും കാര്യമായ മഴ ലഭിക്കില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനം. വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മകളും മരിച്ചു. ചെറുകോട് മുണ്ടക്കപ്പറമ്പിൽ ബീനയുടെ മകൾ നിഗ ആണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മറ്റൊരു മകൾ നിവേദികയും ചികിത്സയിലുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ബീനയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മക്കളെ പൊള്ളലേറ്റ് പരിക്കുകളുടെയും കണ്ടെത്തി. ബീനയുടെ ഭർത്താവ് പ്രദീപ് വടകരയിൽ മരപ്പണി ചെയ്യുകയാണ്. 2 മാസത്തിലൊരിക്കലാണ് നാട്ടിലെത്തുന്നത്. വീട്ടിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് ബീനയും മക്കളും താമസം. ഓടിട്ട വീടിന്റെ മുകളിലെ മുറിയിലാണ് ബീനയും കുട്ടികളും കിടന്നിരുന്നത്. കുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ തീ കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ മുറി തുറന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മരണകാരണം വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാനാവൂവെന്നും പോലീസ് പറഞ്ഞു. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി.
വെണ്ണക്കര തിരുനെല്ലായി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KPCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ KA തുളസി ഉദ്ഘാടനം ചെയ്തു. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും സ്ഥാനാർത്ഥി നേരിടുമെന്ന് പറഞ്ഞെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ വളരെ വലുതാണ്. കാരണം എല്ലാവരും നമ്മളോട് വളരെ പോസിറ്റീവായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഇടതുമുന്നണിയുടെ അനുയായികൾക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ A. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UML സംസ്ഥാന നിർവാഹക സമിതി അംഗം MM ഹമീദ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, IUML നിയോജക മണ്ഡലം സെക്രട്ടറി സെയ്ദ് മീരാൻ ബാബു, മൻസൂർ മണലഞ്ചേരി, PK ഹസനുപ്പ, SM താഹ, H മുബാറക്, H അഷ്റഫ്, P അരവിന്ദാക്ഷൻ, M വിശ്വനാഥൻ, BC റാഫേൽ, M വിശ്വനാഥൻ, K ശിവദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. M വിശ്വനാഥൻ, K ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. LDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. LDF സ്ഥാനാർത്ഥി AV വിജയരാഘവന്റെ മേലെ പട്ടാമ്പി പള്ളിക്ക് സമീപം സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ മുതുതല ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളുമാണ് ഇരുട്ടിന്റെ മറവിൽ നശിപ്പിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. പൊതുസ്ഥലത്തല്ലാതെ നിയമാനുസൃത സ്വകാര്യ വ്യക്തിയുടെ അനുമതിയോടെ അവരുടെ സ്ഥലത്ത് സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് ഇരു മുന്നണികളുടെയും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷൊർണൂർ റെയിൽവേ നവീകരണം സമയബന്ധിതമായി പൂർത്തിയായില്ല. ശുഭിതനായി റെയിൽവേ ഡിവിഷൻ മാനേജർ. റെയിൽവേ സ്റ്റേഷൻ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിൽ ശുഭിതനായി ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി. ശനിയാഴ്ച രാവിലെ 11ഓടെയാണ് DRMും സംഘവും സ്റ്റേഷനിലെത്തിയത്. പ്രവേശന കവാടത്തിൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുകയാണ്. പ്രവേശന കവാടം, പാർക്കിംഗ് സ്ഥലം, വഴിവിളക്കുകൾ, മേൽപ്പാലം, വിശ്രമമുറികൾ, പ്ലാറ്റ്ഫോമിലെ വൈദ്യുത വിളക്ക് ഉൾപ്പെടെയുള്ള സൗകര്യം, പ്രവേശന കവാടത്തിൽ സൗന്ദര്യവൽക്കരണം എന്നിവയാണ് മാർച്ചിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. എന്നാൽ ഇത് പൂർത്തിയായിട്ടില്ല. പ്രധാന തീവണ്ടികൾ എത്തുന്ന സമയത്ത് പ്രവേശന കവാടത്തിൽ തിരക്കും തർക്കവും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത് റെയിൽവേ അധികൃതരെ അറിയിച്ചതിനാലാണ് DRM പരിശോധനയ്ക്ക് എത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രവേശന കവാടത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് പ്രവേശിക്കാനുള്ള വഴി പോലും വ്യക്തമാക്കാതെയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ടിക്കറ്റ് കൗണ്ടറിലേക്കും അതിനുശേഷം പ്ലാറ്റ്ഫോമിലേക്കും എത്തുന്നതിന് യാത്രക്കാർ വലയാറുണ്ട്. വർഷങ്ങളായി നടക്കുന്ന മേൽപ്പാലത്തിന്റെ പണിയും പൂർത്തിയാക്കാനായിട്ടില്ല. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും DRMനൊപ്പം പ്രത്യേക തീവണ്ടിയിൽ എത്തിയിരുന്നു. ഫറോക്ക് വരെയുള്ള സ്റ്റേഷനുകളിലെ പ്രവൃത്തികൾ പരിശോധിച്ച ശേഷമാണ് സംഘം മടങ്ങിയത്. ഇടവേള. കുറയുമോ കുറയുമോ കുറയോ കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം വിജിലിൽ ലഭിച്ച പരാതികളിൽ 1,05,356 എണ്ണത്തിൽ നടപടിയായി. ഇവയിൽ അന്വേഷണത്തിൽ ശരിയെന്ന് കണ്ടെത്തിയ 1,05,356 പരാതികളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും 183 പരാതികളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് മാർച്ച് 16 മുതൽ ഏപ്രിൽ 7 വരെയുള്ള കണക്കാണിത്. അനുമതിയില്ലാതെ പതിച്ച പോസ്റ്ററുകൾ, സ്ഥാപിച്ച ബാനറുകൾ, ബോർഡുകൾ, ചുവരെഴുത്തുകൾ, നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ, വസ്തുവകകൾ വികൃതമാക്കൽ, അനധികൃത പണം കൈമാറ്റം, അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കൽ, മദ്യവിതരണം, സമ്മാനങ്ങൾ നൽകാൻ,
ആയുധം പ്രദർശിപ്പിക്കൽ, വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട പരാതികളാണ് സി വിജിൽ മുഖേന കൂടുതലായി ലഭിച്ചത്. പാലക്കാട് ലോക്സഭാ മണ്ഡലം പട്ടാമ്പി താലൂക്കിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെത്തി. പട്ടാമ്പി, തൃത്താല നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളാണ് കോളേജിൽ എത്തിച്ചത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലേക്കുള്ള 196 മെഷീനുകളും തൃത്താല നിയോജക മണ്ഡലത്തിലേക്കുള്ള 210 മെഷീനുകളുമാണ് കോളേജിലെ 2 ബ്ലോക്കുകളിലായി സൂക്ഷിച്ചിരിക്കുന്നത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ 162 ബൂത്തുകളും തൃത്താല നിയോജക മണ്ഡലത്തിൽ 157 ബൂത്തുകളുമാണ് ഉള്ളത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ മെഷീനുകൾ ഏറ്റുവാങ്ങി. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ടിനുള്ള അപേക്ഷകൾ നൽകാൻ പ്രത്യേക സൗകര്യം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർക്ക് തപാൽ വോട്ടിനുള്ള അപേക്ഷകൾ നൽകുന്നതിന് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നാളെ പ്രത്യേക കൗണ്ടറുകൾ ആരംഭിക്കും. നാളെ മുതൽ ഏപ്രിൽ 10 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും കൗണ്ടറുകൾ പ്രവർത്തിക്കുക. ഓരോ കൗണ്ടറുകളും അതത് നിയമസഭാ മണ്ഡലങ്ങളുടെ ഉപവരണാധികാരികളുടെ കീഴിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്വന്തം താമസ സ്ഥലം ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ചിട്ടുള്ളതെങ്കിൽ ജീവനക്കാർ ഫോറം 12A ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് സ്വന്തം താമസ സ്ഥലം ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിന് പുറത്താണെങ്കിൽ ഫോറം 12 അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോറം 12A സമർപ്പിച്ച ജീവനക്കാർക്ക് ഡ്യൂട്ടി നിർവഹിക്കുന്നു. ബൂത്തിൽ തന്നെ വോട്ട് ചെയ്യാം. ഫോറം 12 സമർപ്പിച്ച ജീവനക്കാർക്ക് ഏപ്രിൽ 15 മുതൽ 20 വരെ പ്രവർത്തിക്കുന്ന ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഫോറം 12, ഫോറം 12A എന്നിവ സമർപ്പിക്കുന്നതിന് നിയമസഭാ മണ്ഡലം തിരിച്ച് കൗണ്ടറുകളുടെ വിവരങ്ങൾ ചുവടെ കൊടുക്കുന്നു. തൃത്താല ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തൃത്താല, പട്ടാമ്പി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പട്ടാമ്പി, ഷൊർണൂർ KVRHS ഷൊർണൂർ, ഒറ്റപ്പാലം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഒറ്റപ്പാലം, കോങ്ങാട് KPRPHSS കോങ്ങാട്, മണ്ണാർക്കാട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മണ്ണാർക്കാട്, മലമ്പുഴ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മലമ്പുഴ, പാലക്കാട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പാലക്കാട്, തരൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കുഴൽമന്നം, ആലത്തൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആലത്തൂർ, ചിറ്റൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ചിറ്റൂർ, നെന്മാറ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ നെന്മാറ. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരായ ജീവനക്കാർ അതത് മണ്ഡലങ്ങളിലെ കൗണ്ടറുകൾ ഫോറം 12, ഫോറം 12A തെരഞ്ഞെടുപ്പ് തിരിച്ചെടുപ്പ് കാർഡിന്റെ പകർപ്പ്, പോസ്റ്റിംഗ് ഓർഡറിന്റെ പകർപ്പ് എന്നിവ സഹിതം സമർപ്പിക്കേണ്ടതാണ്. സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലെ ഇത്തരം ജീവനക്കാർക്കായി ഏപ്രിൽ 8 മുതൽ 10 വരെ സിവിൽ സ്റ്റേഷനിൽ പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് നോഡൽ ഓഫീസർ സച്ചിൻ കൃഷ്ണ KAS ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. കേരള സംഗീത നാടക അക്കാദമി പരിശീലന സ്റ്റൈഫൻഡ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കലാഭിരുചി പരിപോഷിപ്പിക്കുന്നതിന് കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന സ്റ്റൈപ്പൻഡ് അപേക്ഷിക്കാനുള്ള തീയതി ദീർഘിപ്പിച്ചു. 10-നും 17-നും ഇടയിൽ പ്രായമുള്ള 250 വിദ്യാർത്ഥികൾക്കാണ്
സ്റ്റൈപ്പൻ അനുവദിക്കുക. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, ഓട്ടംതുള്ളൽ, ശാസ്ത്രീയ സംഗീതം, വായ്പാട്ട്, വീണ, വയലിൻ, മൃദംഗം എന്നിവ അഭ്യസിക്കുന്നതിനാണ് ധനസഹായം നൽകുന്നത്. സ്റ്റൈപ്പനിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. 2024 ഏപ്രിൽ മുതൽ 1 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിൽ സ്റ്റൈപ്പൻ ലഭിക്കുക. കുഞ്ചൻ കലാപീഠം വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷയും അരങ്ങേറ്റവും തൃശങ്കുവിൽ. ജോലി ചെയ്ത മാസങ്ങളിലെ ശമ്പളം കിട്ടാത്തതിനാൽ അധ്യാപകർ കൂട്ട അവധിയെടുത്തതോടെ നിലച്ചുപോയ കുഞ്ചൻ സ്മാരകത്തിലെ കളരികൾ ഇനിയും തുറന്നിട്ടില്ല. 2.5 മാസത്തിലേറെയായി ക്ലാസുകൾ നിലച്ചതോടെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമെന്ന ആഗ്രഹം സ്വപ്നം മാത്രമാകുന്നു. പരിശീലനം പൂർത്തിയാക്കി ലഭിക്കുന്ന പ്രമാണപത്രവും ഇത്തവണ ലഭിച്ചിട്ടില്ല. കുഞ്ചൻ സ്മാരകത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് കളരികൾ മാസങ്ങളോളം അടഞ്ഞുകിടക്കുന്നത്. 2 മാസത്തിനിടെ ഭരണസമിതിയുടെ ഇടപെടൽ മൂലം 1 മാസത്തെ ശമ്പളം മാത്രമാണ് അധ്യാപകർക്ക് ലഭിച്ചത്. അനധ്യാപക ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം നൽകി. കുടിശ്ശികയായ 15 മാസത്തെ ശമ്പളം നൽകാൻ അടിയന്തര നടപടി വേണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. ഇനി ആരോഗ്യം. പോസ്റ്റ് റേറ്റ് അർബുദബാധിതരുടെ എണ്ണം 2040 ആകുന്നതോടെ ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് പഠനം. 16 വർഷം കൊണ്ട് അർബുദബാധിതരുടെ എണ്ണം 2020 14 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാകുമെന്നും ഇതുമൂലമുള്ള വാർഷിക മരണങ്ങളുടെ എണ്ണം 85% വർദ്ധിക്കുമെന്നും ലാൻഡ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 2020 പോസ്റ്റ് അർബുദം മൂലമുള്ള മരണങ്ങൾ 3,75,000 ആയിരുന്നത് 2040 7 ലക്ഷമായി മാറുമെന്നാണ് പഠന റിപ്പോർട്ട് കണക്കാക്കുന്നത്. കുറഞ്ഞ ഇടത്തരം വരുമാനക്കാർക്കും രാജ്യങ്ങളിൽ കൃത്യസമയത്ത് രോഗനിർണയം നടക്കാത്തത് മൂലം മരണസംഖ്യ ഇതിലും ഉയരുമെന്നും ഗവേഷകർ സൂചിപ്പിക്കുന്നു. പ്രായം, കുടുംബത്തിലെ അർബുദ ചരിത്രം എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് പ്രധാനമായും പോസ്റ്റ് റേറ്റ് അർബുദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ജീവിതശൈലി മാറ്റം വരുത്തിയതുകൊണ്ട് ഇതിനാൽ പോസ്റ്റ് റേറ്റ് കേസുകളുടെ എണ്ണത്തിലെ വർധന നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ നേരത്തെയുള്ള രോഗനിർണയം, ചികിത്സയിലെ പുരോഗതി, വ്യാപകമായ പരിശോധന എന്നിവ നിരവധി ജീവനുകളെ രക്ഷിക്കാൻ സഹായമാകുമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. ഇടയ്ക്കിടെ രാത്രിയിൽ മൂത്രമൊഴിക്കാൻ മുട്ടൽ, മൂത്രമൊഴിക്കാൻ ആരംഭിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, മൂത്രസഞ്ചി ശരിയായി കാലിയാക്കാൻ സാധിക്കില്ലെന്ന തോന്നൽ, മൂത്രത്തിലെ രക്തം, ശുക്ലം, മൂത്രമൊഴിക്കുമ്പോൾ വേദന, മൂത്രം പോകാത്ത അവസ്ഥ എന്നിവയെല്ലാം പോസ്റ്റ് റേറ്റ് അർബുദത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം പോസ്റ്റ് റേറ്റ് വീക്കമുണ്ടെങ്കിലും വരാമെന്നതിനാൽ അൾട്രാസൗണ്ട് സ്കാൻ, MRI സ്കാൻ ഇവയുടെ അടിസ്ഥാനത്തിൽ ബയോപ്സി എന്നിവയിലൂടെ കൃത്യമായ രോഗനിർണയം നടത്തുന്നത്. വൃഷണങ്ങൾക്ക് വേദന, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ എന്നിവയെല്ലാം പോസ്റ്റ് റേറ്റ് അർബുദം മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ വേളയോടനുബന്ധിച്ച് തിരുപുരയ്ക്കൽ ഭഗവതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. JNU ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾക്ക് പാലക്കാട് ഉജ്ജ്വല സ്വീകരണം. മോഷ്ടിച്ച ബൈക്കുമായി കറങ്ങാനെത്തിയ 3 യുവാക്കൾ പിടിയിൽ. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന് പാലക്കാട് നഗരത്തിൽ വൻ സ്വീകരണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.